രക്ഷയില്ല, സൂപ്പർ മൂവി, മസ്റ്റ് വാച്ചിങ് മൂവി. ആസിഫ് അലിയുടെ നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണാനുള്ള ത്വര വരും. അപർണ കൊള്ളാം. സീൻ അഭിനയം എന്താ പറയാ, ഒരു രക്ഷയില്ലാത്ത പടം. ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ? ഓ, മെമ്മറീസിന്റെ അത്രയൊക്കെ വന്നോ? ഫുൾ ത്രില്ലിംഗ് മൂവിയാണ്, മസ്റ്റ് വാച്ചിങ് മൂവിയാണ്. കൊള്ളാം, സൂപ്പർ. ആസിഫ് അലിയുടെ പിന്നെ അതിനുശേഷം നമ്മളൊരു ലാസ്റ്റത്തെ ഒരു 20-25 മിനിറ്റ്സിലാണ് പടം കയറി പോണത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണതിന്റെ അപ്പുറത്തോട്ട് പോകേണ്ട പടം. അത് പടം കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റും. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലർ ആയി പോകും. ആസിഫ് അലി, അപർണ രണ്ടുപേരും തകർത്തിട്ടുണ്ട്. ഒരു 50 crore പടം സ്റ്റാർട്ടിങ് ആണ്. 50 കോടി നമുക്ക് എണ്ണി തുടങ്ങുന്ന പടം. അതുപോലെ തന്നെ ലോകയ്ക്ക് ശേഷം നല്ലൊരു ഫീമെയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സാധനങ്ങളുണ്ട് പടത്തിൽ. ഓക്കെ, നല്ല ഏതാ പെർഫോമൻസ്? ആസിഫ് അലി ആ കിഷ്കിന്ദകാന്തം ഈ 2025 ആസിഫ് അലി ഇല്ലേ, അത് കറക്റ്റ് അത് കീപ്പ് ചെയ്ത് ആസിഫ് അലി പോകുന്നുണ്ട്. നല്ല രീതിക്ക് ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. അപർണ സെയിം പിടിച്ചിട്ടുണ്ട് ആസിഫ് അലിയുടെ. അർജുൻ ഓക്കെ. പിന്നെ ഒരു പുതുമുഖം എന്നുള്ള ലെവലിൽ അർജുൻ നന്നായി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പടമല്ല അർജുൻ, ഒരു നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് അത്. ശരിക്കും ആസിഫ് അലിയും അപർണയൊക്കെ ഞെട്ടിച്ചൊരു പെർഫോമൻസ് ആണ്. പിന്നെ അവരുടെ കോമ്പിനേഷൻ എപ്പോഴും സ്ക്രീനിൽ എപ്പോഴും പ്രോമിസിങ് ആണല്ലോ, അതേപോലെ തന്നെ ഡിസപ്പോയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. നല്ല സിനിമയാണ്. പിന്നെ വേറൊരു കോസ്റ്റാറിന്റെ പേര് എനിക്കറിയില്ല, ഒരു ലേഡി അപർണയുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ആ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ഉണ്ട്. അർജുൻ ആരാ? കുഴപ്പമില്ല, നന്നായിട്ട്. എനിക്ക് ക്ലൈമാക്സ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ്. നല്ല ഫൈറ്റ് സീനൊക്കെ നന്നായിരുന്നു. നല്ലതായിരുന്നു. ഏതാ പെരുമഴ എന്നൊന്നും പറയാനില്ല, പക്ഷെ ലാസ്റ്റ് ട്വിസ്റ്റ് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. ബാക്കിയൊക്കെ ട്വിസ്റ്റ് തന്നെയാണ്, പക്ഷെ അങ്ങനെ പെരുമഴ എന്നൊന്നും പറയാനില്ല. നിങ്ങളൊക്കെ ചോദിക്കണ ദൃശ്യത്തിനെ വെച്ചാണെങ്കിൽ അത്രയൊന്നുമില്ല, ഓണസ്റ്റ് അത്രയൊന്നുമില്ല. ജിത്തു ജോസഫിന്റെ ഒരു ഇത് തന്നെയാണ് പ്രൊഡക്റ്റ്, നമുക്ക് മനസ്സിലാവും. പക്ഷെ ദൃശ്യം വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റൂല. നല്ല മൂവി, ഒരു ത്രില്ലർ മൂവിയാണ്. ആസിഫിന്റെ എല്ലാ ഫിലിമിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ സെലക്ഷനും പെർഫോമൻസും ആണ്. ശരിക്ക് ഈ മൂവി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തായിരുന്നു ഒരു 10 minutes ക്ലൈമാക്സ്. ശരിക്കും എൻജോയ് ചെയ്തു വെച്ചാൽ എല്ലാവരുടെയും ആ ഒരു ജഡ്ജ്മെന്റ് മാറ്റി കളഞ്ഞു. അല്ല, പ്രതീക്ഷ ഓൾവേസ് ദയർ, പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഫിലിമിൽ നമുക്ക് കിട്ടിയത്. സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യും എന്തെങ്കിലും പുള്ളിയുടേതായ ഒരു സിഗ്നേച്ചർ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അതിലും മേലെ നല്ലൊരു ഒരു സംഭവം ഉണ്ട് ഫിലിമിൽ. എസ്പെഷ്യലി ആസിഫിന്റെ ആ ഒരു ക്യാരക്ടർ സെലക്ഷൻ, പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അർജുനും നന്നായിട്ടുണ്ട്, അതുപോലെ ഹക്കീമും നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇൻ ടോട്ടൽ എല്ലാവരുടെയും ഒരു പെർഫോമൻസ് അതിനകത്തുണ്ട്. നന്നായിട്ടുണ്ട്. കിഷ്കിന്ദകാണ്ഡത്തിന് ശേഷം അത് വേറൊരു രീതിയിൽ അവരത് യൂട്ടിലൈസ് ചെയ്തെന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ നന്നായിട്ടുണ്ടായിരുന്നു. ഇനിയും അങ്ങനെ പടങ്ങൾ ഉണ്ടാവട്ടെ. മസ്റ്റ് വാച്ച് ആണ്. എല്ലാ ടൈപ്പ് ഓഡിയൻസിനും വാച്ചബിൾ ആണ്. ഫാമിലി ഓഡിയൻസിനാണെങ്കിലും യൂത്തിനാണെങ്കിലും എല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സൂപ്പർ മൂവിയാണ്. കഥ ഇങ്ങനെ മാറി നല്ല ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ജിത്തു ജോസഫ് എല്ലാ ജേണറും ചെയ്യുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ത്രില്ലറിൽ കൊള്ളാവുന്ന ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്. കൊള്ളാം. ഫാമിലി ഓഡിയൻസ് ഉണ്ടാവുന്നതാണ്. അതിനുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ത്രില്ലറൊന്നും അല്ല, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. നല്ല പടമാണ്, നല്ല പുള്ളിയുടെ പ്രതീക്ഷിച്ച ത്രില്ലർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. കൊള്ളാം, നന്നായിരുന്നു. രണ്ടുപേരും നന്നായിരുന്നു.